ഹരേ കൃഷ്ണ, രാധേ രാധേശ്യാം. ഓം ഗുരുഭ്യോ നമഃ. എല്ലാ ഭക്തജനങ്ങൾക്കും, എല്ലാ ഗുരുവായൂരപ്പ ഭക്തർക്കും നല്ല ഒരു പുതുവർഷം ആശംസിക്കുന്നു. ഈ ഒരു പുതുവർഷത്തിൽ ഇനി അങ്ങോട്ടുള്ള എല്ലാ ദിവസങ്ങളിലും ഗുരുവായൂരപ്പൻ്റെ എല്ലാ ഭക്തർക്കും ഭഗവാന്റെ കൃപാകടാക്ഷം കൊണ്ട് ഭാവിയിൽ നല്ല രീതിയിൽ മുന്നോട്ട് പോകാൻ സാധിക്കട്ടെ എന്ന് ഒരിക്കൽ കൂടി ആശംസിക്കുന്നു. അപ്പോൾ ഈ ഒരു പുതുവർഷത്തിൽ നല്ല ഓരോ ദിവസവും നമുക്ക് എന്താണ് വേണ്ടത്, അല്ലെങ്കിൽ ഈ ഒരു പുതുവർഷത്തിൽ നമുക്ക് എന്താണ് വേണ്ടത്? നമുക്ക് വേണ്ടത് ഭഗവാന്റെ ഗുരുവായൂരപ്പൻ്റെ അനുഗ്രഹമാണ്. ആ അനുഗ്രഹമുണ്ടെങ്കിൽ ഓരോരോ പുതുവർഷങ്ങളും ഓരോരോ ദിവസങ്ങളും നമുക്ക് എപ്പോഴും അനുഗ്രഹിക്കപ്പെട്ടതായിരിക്കും. അപ്പോൾ ആ ഭഗവാന്റെ അനുഗ്രഹമാണ് ഈ പുതുവർഷത്തിൽ നമുക്ക് വേണ്ടത്. അപ്പോൾ ആ അനുഗ്രഹം ലഭിക്കുവാൻ എന്താണ് ചെയ്യേണ്ടത്? ഗുരുവായൂരപ്പൻ്റെ നാമം ജപിക്കലാണ്. ഭഗവാന്റെ നാമ സങ്കീർത്തനത്തിലൂടെ ഭഗവാന്റെ കൃപാകടാക്ഷത്തിന് നമ്മൾ ഓരോരുത്തരും പ്രാപ്തരാകുകയാണ്, അല്ലെങ്കിൽ അതിന് പാത്രമാകുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഗുരുവായൂരപ്പന് ഈ ഒരു അനുഗ്രഹം ലഭിക്കുവാൻ ചിലപ്പോൾ ആ ഭഗവാന്റെ ഒരു അനുഗ്രഹത്തിനായി, ഭഗവാന്റെ പ്രീതിക്കായിട്ട് നമ്മൾ പലപ്പോഴും പല വഴിപാടുകളും നേരാറുണ്ട്, അല്ലേ? അപ്പോൾ ആ വഴിപാടുകളൊക്കെ നമ്മൾ മുടങ്ങാതെ അതിന് സമയം വരുമ്പോൾ നമ്മൾ പോയി ചെയ്യാറുമുണ്ട്. ചിലപ്പോൾ ചില കാര്യങ്ങൾ നമ്മൾ ചെയ്തേക്കാം ഭഗവാനെ എന്ന് പറയുമ്പോൾ തന്നെ ആഗ്രഹം സാധിച്ചു കിട്ടുന്നു. ചിലപ്പോൾ ഇന്നത് ഞാൻ ചെയ്ത് കഴിഞ്ഞിട്ട് എനിക്ക് ഇന്ന ആഗ്രഹം വേണം, സാധിച്ചു തരണമെന്ന് പറഞ്ഞാൽ ഭഗവാൻ അതും സാധിച്ചു തരുന്നു. ചിലപ്പോൾ ചില ആൾക്കാർ ഈ വഴിപാടുകൾ നേർന്നു കഴിഞ്ഞാൽ ചിലപ്പോൾ മറന്നു പോകാറുണ്ട്. സാഹചര്യങ്ങളുണ്ടാവാം, അല്ലെ എങ്ങനെയൊക്കെ നമ്മളത് മറന്നു പോകാറുണ്ട്. അങ്ങനെ മറന്നു പോയാൽ അത് ഭഗവാൻ യഥാസമയത്ത് നമ്മളെ ഓർമ്മിപ്പിക്കും. അത് തീർച്ചയാണ്. അങ്ങനെ എത്ര അനുഭവങ്ങൾ ഓരോരുത്തർക്ക് ഉണ്ടായിട്ടുണ്ട്. ഇപ്പം ഗുരുവായൂരിലെ ആ ശ്രീലകത്തിരിക്കുന്ന കുഞ്ഞിക്കണ്ണൻ, ആ കൃഷ്ണ ഭഗവാൻ, ആ ശ്രീ ഗുരുവായൂരപ്പൻ എന്ന് പറയുന്നത് ഒരു കുഞ്ഞിക്കണ്ണനായിട്ടാണ്, ഒരു കുഞ്ഞു ബാലനായിട്ടാണ് അവിടെ കൂടികൊള്ളുന്നത്. അപ്പോൾ കുഞ്ഞു കുട്ടികൾ പലപ്പോഴും പറഞ്ഞിട്ടുണ്ട്, കുഞ്ഞു കുട്ടികളുടെ സ്വഭാവം എന്താണ്? അവരോടൊരു കാര്യം തരാം എന്ന് പറഞ്ഞാൽ അവർ ഓർത്തു വെക്കും. അവർക്ക് നമ്മൾ ആശ കൊടുക്കുകയാണ് ചെയ്യുന്നത്. നമ്മുടെ കുഞ്ഞുങ്ങൾക്കൊരു കാര്യം പറഞ്ഞു കൊടുത്താൽ നമ്മൾ അവർക്ക് ആശ കൊടുക്കുകയാണ്. അപ്പം ഒരുപക്ഷെ നമ്മളത് ചെയ്തു തരാം എന്ന് പറഞ്ഞാൽ നമ്മൾ ചിലപ്പോൾ അത് മറന്നു പോയേക്കാം. പക്ഷേ കുഞ്ഞിക്കുട്ടികൾ അത് മറക്കാറില്ല. അവരിങ്ങനെ എപ്പോഴും ഇങ്ങനെ ഓർത്തോർത്ത് ചോദിച്ചുകൊണ്ടേയിരിക്കും, എനിക്കെപ്പോഴാണ് അത് തരുന്നത്, എനിക്കിന്നത് മേടിച്ചു തരാമെന്ന് പറഞ്ഞില്ലേ, അതെപ്പോഴാണ് തരുന്നത് എന്ന് ഇങ്ങനെ ചോദിച്ചുകൊണ്ടേയിരിക്കും. എന്ന് പറഞ്ഞതുപോലെ തന്നെയാണ് ഗുരുവായൂർ ശ്രീകത്തിരിക്കുന്ന ആ കുഞ്ഞിക്കണ്ണനും അതുപോലാണ്. ബാലനാണ്, കുഞ്ഞിക്കണ്ണനാണ്. ആ കുഞ്ഞിക്കണ്ണൻ ഒരു വഴിപാട് നേർന്നാൽ കണ്ണൻ അത് ഓർത്തിരിക്കും. നമ്മൾ മറന്നാലും കണ്ണൻ അത് ഓർത്തിരിക്കുകയും ചെയ്യും, അത് നമ്മെ ഓർമ്മപ്പെടുത്തുകയും ചെയ്യും. അത്തരത്തിലുണ്ടായ ഒരമ്മയ്ക്കുണ്ടായ ഒരു അനുഭവ കഥയാണ്, ഒരനുഭവമാണ് എന്ന് പറയുന്നത്. അപ്പോൾ ആ അമ്മയുടെ ചെറുപ്പകാലത്ത് ആ സ്ത്രീ വളരെ പാടുപെട്ടാണ് ജീവിതം നയിച്ചുകൊണ്ടിരുന്നത്. വലിയ സാമ്പത്തികം ഒട്ടും തന്നെ ഇല്ലാതിരുന്ന ഒരു സ്ത്രീയായിരുന്നു അവരും ഭർത്താവും കുട്ടികളും അടങ്ങിയ ചെറിയൊരു വീടാണ്. ഭർത്താവിനും കാര്യമായ പണിയൊന്നുമില്ലായിരുന്നു. അപ്പോൾ ആ സ്ത്രീ അടുത്തുള്ള വീടുകളിൽ വേലയ്ക്കൊക്കെ പോയിട്ടാണ് ഉപജീവനം നടത്തിയിരുന്നത്. അപ്പോൾ അവരുടെ എന്ത് ജോലിയെന്നൊന്നുമില്ല, ഇന്ന ജോലിയെന്നൊന്നുമില്ല, എന്ത് ജോലിയും ചെയ്തു കൊടുക്കും. മിക്കവാറും അവർ സ്ഥിരമായി ചെയ്യുന്ന പണി എന്ന് പറയുന്നത് അടുത്തുള്ള വീടുകളിൽ പോയി പശുവിനെ കറന്നു കൊടുക്കുക, പശുവിനെ പരിപാലിക്കുക, അതിനെ കുളിപ്പിക്കുക, അതിന് പുല്ല് കൊടുക്കുക, ഇങ്ങനെയൊക്കെയുള്ള പണികളായിരുന്നു ആ സ്ത്രീ ചെയ്തുകൊണ്ടിരുന്നത്. അതുപോലെ തന്നെ അന്നത്തെ കാലത്ത് നമ്മൾ വീടൊക്കെ മെഴുകുമല്ലോ, ചാണകം കൊണ്ടിങ്ങനെ മെഴുകുമല്ലോ, ഇതൊക്കെ മെഴുകി അവർ കൊടുക്കുമായിരുന്നു. അപ്പം പശുവായിട്ട് ബന്ധപ്പെട്ട ഒരു ജോലിയായിരുന്നു ചെയ്യുന്നത് കൊണ്ട് എപ്പോഴും ചാണകം ആയിട്ട് ബന്ധപ്പെട്ട് അവർ ഉള്ള ആ ചാണകം മെഴുകി കൊടുക്കുക, അല്ലെങ്കിൽ പശുവിൻ്റെ ചാണകം വരിക, ഇങ്ങനെ കൂട്ടിലെ വൃത്തിയാക്കൽ, ഇങ്ങനെയൊക്കെ കാര്യങ്ങളുമായിട്ട് ആ ചാണകമായിട്ട് ബന്ധപ്പെട്ടൊക്കെയാണ് അവർ ആ ജോലി ചെയ്തുകൊണ്ടിരുന്നത്. അപ്പോൾ ആ ജോലി ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ആ സമയത്തുമൊക്കെ അവർ കൃഷ്ണ ഗുരുവായൂരപ്പ എന്നുള്ള പ്രാർത്ഥന മുടക്കിയിരുന്നില്ല. കാരണം അവർ തീർത്തും ഒരു ഗുരുവായൂരപ്പ ഭക്തയായിരുന്നു, വിശ്വാസിയായിരുന്നു. ഭഗവാനെ എപ്പോഴും ഗുരുവായൂരൊന്നും പോയി കാണുവാൻ അവർക്ക് മാർഗമൊന്നുമില്ലായിരുന്നു. പക്ഷേ എങ്കിലും ഗുരുവായൂരപ്പൻ്റെ തികഞ്ഞ ഭക്തയായ അവർ ജോലി ചെയ്യുമ്പോഴും ഒക്കെ മനസ്സിൽ കൃഷ്ണ കൃഷ്ണ ഗുരുവായൂരപ്പ എന്നുള്ള ആ നാമം ഇങ്ങനെ ജപിച്ചു കൊണ്ടേയിരുന്നു. അപ്പോൾ അതേ പറഞ്ഞല്ലോ, പശുവിനെ പരിപാലിക്കുകയും പശുവിനെ കുളിപ്പിക്കുകയൊക്കെ ചെയ്യുന്ന ജോലിയായിരുന്നതുകൊണ്ട്
കൂട് വൃത്തിയാക്കുക, അതൊക്കെ ഈ ചാണകമൊക്കെ എടുത്തൊക്കെയാണ് അവർ ചെയ്തിരുന്നത് കൊണ്ട് കയ്യിൽ എപ്പോഴും ചാണകം പറ്റുന്ന ഒരു സ്വഭാവം, ഒരു കാര്യം എപ്പോഴും ഉണ്ടായിരുന്നു. അങ്ങനെ നിരന്തരം ഈ ചാണകം കയ്യിൽ പറ്റിയത് കൊണ്ട് എന്താണെന്നറിയില്ല, അവരുടെ കയ്യിൽ ഭയങ്കരമായ ചൊറിച്ചിൽ അനുഭവപ്പെടാൻ തുടങ്ങി. അപ്പോൾ അങ്ങനെ ചൊറിച്ചിൽ അനുഭവപ്പെട്ടപ്പോൾ ഈ കൂട് വൃത്തിയാക്കുമ്പോൾ ചാണകം വാരാനും കയ്യെ പറ്റുമ്പോഴും ഒക്കെ അവർക്ക് ബുദ്ധിമുട്ടുകൾ അനുഭവപ്പെട്ടു. അപ്പോൾ അത് ഭയങ്കരമായിട്ട് ഇങ്ങനെ ചൊറിയാൻ തുടങ്ങി. പിന്നെ ചെറിയ കുരുക്കൾ വന്നു, അതിങ്ങനെ പൊട്ടാൻ തുടങ്ങി. അങ്ങനെ വന്നപ്പോൾ അവർക്ക് ജോലി ചെയ്യാൻ സാധിക്കാതെ വന്നു. അങ്ങനെ വന്നു കഴിഞ്ഞാൽ തൻ്റെ കുടുംബം പട്ടിണിയിലാകും, ഇങ്ങനെ പോയാൽ തനിക്ക് ജോലി ചെയ്യാൻ സാധിക്കില്ല എന്ന് മനസ്സിലാക്കിയ അവർ ആ ബുദ്ധിമുട്ടിനിടയിൽ പെട്ടെന്ന് ഗുരുവായൂരപ്പനോട് ഇങ്ങനെ പറഞ്ഞു, ഭഗവാനെ പ്രാർത്ഥിച്ചിട്ട് ഇങ്ങനെ പറഞ്ഞു, കണ്ണാ ഗുരുവായൂരപ്പ, എൻ്റെ നിത്യവൃത്തിക്ക് വേണ്ടിയാണ് ഞാൻ ഈ തൊഴിലും ഈ ജോലിയും ഒക്കെ ചെയ്യുന്നത്. ഇങ്ങനെ കൈ ചൊറിഞ്ഞ് കൈ പൊട്ടി കുരു വന്ന് അത് പൊട്ടിക്കഴിഞ്ഞാൽ എനിക്കിനി ജോലി ചെയ്യാൻ സാധിക്കില്ല, എൻ്റെ കുടുംബം പട്ടിണിയാകും, അങ്ങനെയൊന്നും ഉണ്ടാകല്ലേ കണ്ണ. ഈ വേദന, ഈ ചൊറിച്ചിൽ, ഈ ചൊറിഞ്ഞു പൊട്ടിയ പാടുകൾ, ഈ മുറിപ്പാടുകൾ ഇത് മാറ്റിത്തരുവാണെങ്കിൽ കൃഷ്ണ ഗുരുവായൂരപ്പ, ഞാൻ ഗുരുവായൂരിൽ വന്ന് ഗുരുവായൂരപ്പന് ചാണകം കൊണ്ട് തുലാഭാരം നടത്തിയേക്കാം എന്ന് അവർ വഴിപാട് നേർന്നു. എന്തായാലും ഭഗവാന്റെ അനുഗ്രഹം, അതല്ലാതെ എന്തു പറയാനാണ്. കുറച്ച് ദിവസങ്ങൾക്ക് ശേഷം അവരുടെ കയ്യിലെ ചൊറിച്ചിൽ പാടെ മാറി. ആ ഉണ്ടായ കുരുക്കളും ആ പാടുകളും ആ മുറിവുകളും ഒക്കെ കരിഞ്ഞു തുടങ്ങി. അത്ഭുതമെന്ന് പറയട്ടെ, അവർക്ക് വളരെ സന്തോഷമായി. ആ ഭക്ത ഭഗവാനെ മനസ്സിൽ ധ്യാനിച്ച് ഇങ്ങനെ പ്രാർത്ഥിച്ചു കൊണ്ടേയിരുന്നു. അങ്ങനെ കാലങ്ങൾ കഴിഞ്ഞു. അവരുടെ മക്കളൊക്കെ വലുതായി. അവർ നല്ല ധനസമൃദ്ധിയിലെത്തി. അവർ ധനമുള്ള ഒരു സ്ത്രീയായി മാറി. അത്രയും കാലം കൊണ്ട് ആ കഷ്ടപ്പാടിൽ നിന്നൊക്കെ അവരുടെ മക്കൾ വലുതായപ്പോൾ ധനവും സമൃദ്ധിയും അഭിവൃദ്ധിയൊക്കെ ഉണ്ടായി. അവർ നല്ല നിലയിൽ ഇങ്ങനെ കഴിയുകയാണ്. ആ സമയത്തും അവർ ഗുരുവായൂരപ്പനൊരു വഴിപാട് നേർന്നത് അവർ മറന്നുപോയി. എന്തായിരുന്നു വഴിപാട് നേർന്നത്? ചാണകം കൊണ്ട് തുലാഭാരം ചെയ്യാമെന്നുള്ള വഴിപാട് അവർ മറന്നുപോയി. മനുഷ്യരങ്ങനെയാണല്ലോ, ചിലപ്പോൾ മറന്നു. അതാരെയും കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ലെങ്കിലും ഒരു പക്ഷേ നമ്മളൊക്കെ മനുഷ്യരാണ്, ആ മറവി കൊണ്ട് മറന്നു പോകാം. അങ്ങനെ മറന്നു പോയതാണ്. അങ്ങനെ കാലങ്ങൾ കടന്നു. അങ്ങനെ ഒരു ദിവസം നമ്മൾ ഈ ഓണം വിശേഷ ദിവസങ്ങളൊക്കെ വരും, പ്രത്യേകിച്ച് ഓണമൊക്കെ വരുമ്പോൾ നമ്മൾ മുറ്റത്ത് അത്തപ്പൂക്കൾ ഇടാനൊക്കെ ആയിട്ട് നമ്മൾ ചാണകം കൊണ്ട് മെഴുകും. അപ്പോൾ അങ്ങനെ ഈ അമ്മയുടെ വീട്ടിൽ അമ്മ ഇങ്ങനെ ഇരിക്കുമ്പോൾ ഒരു വിശേഷ ദിവസം വന്നു. ആ വിശേഷ ദിവസത്തിൻ്റെ അന്ന് രാവിലെ അവർ പെട്ടെന്ന് അത്തപ്പൂക്കളൊക്കെ ഇടുന്നിടത്തായിട്ട് വൃത്തിയാക്കുകയും അങ്ങനെ ഇരിക്കെ ആ ചാണകം കൊണ്ട് അവിടെ മെഴുകുകയും ചെയ്തു. അങ്ങനെ ചാണകം കൊണ്ട് അങ്ങനെ ആ മുറ്റം മെഴുകുമ്പോൾ പെട്ടെന്ന് കയ്യിലൊരു ചൊറിച്ചിലുണ്ടായി. പെട്ടെന്ന് അവർ കൃഷ്ണ ഗുരുവായൂരപ്പ എന്ന് വിളിച്ചു. അവരുടെ മനസ്സിൽ പെട്ടെന്നൊരു ചിന്ത ഓടിയെത്തി, കൃഷ്ണ ഗുരുവായൂരപ്പ, വർഷങ്ങൾക്ക് മുമ്പ് എൻ്റെ കൈ ഇങ്ങനെ ചാണകം എടുത്തപ്പോൾ ചൊറിഞ്ഞു പൊട്ടിയപ്പോൾ കണ്ണ കൃഷ്ണ ഗുരുവായൂരപ്പ, അങ്ങേക്ക് ഞാൻ ചാണകം കൊണ്ടൊരു തുലാഭാരം തന്നേക്കാം എന്ന് ഞാൻ വഴിപാട് നേർന്നിരുന്നു. അത് ഞാൻ മറന്നുപോയി. അത് ഓർമ്മപ്പെടുത്തിയതാണോ ഭഗവാനെ ഇപ്പോൾ എൻ്റെ കയ്യിലുണ്ടായ ഈ ചൊറിച്ചിൽ എന്ന് ആ അമ്മ നെടുവീർപ്പെട്ടു. അപ്പോൾ തന്നെ അവർ മനസ്സിൽ വിചാരിച്ചു. എന്താ വിചാരിച്ചത്? ഭഗവാൻ എത്രയും പെട്ടെന്ന് തുലാഭാരം ചെയ്യണം. അങ്ങനെ അവർ ഗുരുവായൂർക്ക് പോകാൻ തയ്യാറാകുകയാണ്. അപ്പോൾ അവരുടെ മനസ്സിലൊരു ചിന്ത ഉയർന്നു. കാരണം അന്നേരം വർഷങ്ങൾക്ക് മുമ്പ് കയ്യിൽ ചൊറിച്ചിൽ വന്നപ്പോൾ മനസ്സിൽ പറഞ്ഞതാണ്, ഭഗവാന് വാക്കുകൊടുത്താണ് ചാണകം കൊണ്ടൊരു തുലാഭാരം തന്നേക്കാമെന്ന്. അങ്ങനെ ഒരു തുലാഭാരം അവിടെ ഉണ്ടോ? അല്ലെങ്കിൽ അങ്ങനെ ഒരു തുലാഭാരം പറയുന്നത് അവിടെ ചെന്ന് പറയുന്നത് മോശമാണോ എന്നൊക്കെ ചിന്ത അവരുടെ മനസ്സിൽ ഇങ്ങനെ തത്തിക്കളിച്ചു. എന്തായാലും ഭഗവാന് തുലാഭാരം ചെയ്യുവാനായിട്ട് അവർ കുടുംബസമേതം ഗുരുവായൂർ ക്ഷേത്രത്തിലേക്ക് യാത്ര പുറപ്പെട്ടു. അങ്ങനെ ഗുരുവായൂർ ക്ഷേത്ര സന്നിധിയിലെത്തി ഭഗവാനെ കൺകുളിർക്ക് കണ്ടു, ഭഗവാനെ തൊഴുതു. പണ്ട് താൻ നേർന്ന ആ വഴിപാടുകളൊക്കെ ഭഗവാനോട് പറഞ്ഞു. തൻ്റെ കയ്യിലെ ചൊറിച്ചിൽ മാറ്റി തന്ന ഭഗവാന്റെ മുന്നിൽ സാഷ്ടാംഗം നമസ്കരിച്ചു. എന്നിട്ട് ഭഗവാന്റെ ആ തുലാഭാരം നടക്കുന്ന അടുത്തേക്ക് അവർ പോയി. അവിടെ ചെന്ന് തുലാഭാരത്തിൻ്റെ രസീതെടുത്തു. എന്നിട്ട് തുലാഭാരം നടത്തുകയാണ്. അന്നേരം അവിടുത്തെ അധികൃതർ ചോദിച്ചു, എന്തുകൊണ്ടാണ് തുലാഭാരം ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് ചോദിച്ചപ്പോൾ അവർ ആ ചാണകം എന്ന് പറയുവാൻ അവർക്ക് മടിയായി, ഒരു ലജ്ജയായി, അങ്ങനെ പറയുന്നൊരു കുറച്ചിലായി തോന്നി. അപ്പോൾ അവർ ഇങ്ങനെ പറഞ്ഞു, ആ അമ്മ പറഞ്ഞു, പഞ്ചസാര കൊണ്ട് തുലാഭാരം എന്നാണ് ആ അമ്മ പറഞ്ഞത്. അങ്ങനെ പഞ്ചസാര കൊണ്ട് തുലാഭാരം നടത്തി. എന്ത് ചെയ്യാനാണ്? പഞ്ചസാര കൊണ്ട് തുലാഭാരം നടത്തിയിട്ടും അവരുടെ ആ തൂക്കത്തിനനുസരിച്ച് അത് വരുന്നില്ല. അവരിയ്ക്കുന്ന തട്ട് താണു തന്നെ ഇരിക്കുന്നു. എന്തൊരു അത്ഭുതമെന്ന് അധികൃതർക്ക് തന്നെ, അവിടുത്തെ ദേവസ്വം ബോർഡിലുള്ള ആളുകൾക്ക് പോലും ഇതൊരു അത്ഭുതമായി. കാരണം എത്ര കിലോ തൂക്കം വെച്ചിട്ടും അവരിയ്ക്കുന്ന തട്ട്, ആ അമ്മ ഇരിക്കുന്ന തട്ട് താണിരിക്കുന്നു.
പഞ്ചസാര വെച്ച് നോക്കുന്നു, അതിനുശേഷം വേറെ കദളിപ്പഴം വെച്ച് നോക്കുന്നു. ഇങ്ങനെ പല സാധനങ്ങളും മാറി മാറി വെച്ചിട്ടും അവരുടെ തുലാഭാരത്തട്ട് താന്നിരിക്കുന്നു, അത് ഉയരുന്നില്ല. അവസാനം അധികൃതർക്ക് എന്തോ സംശയം തോന്നിയിട്ട് അവർ ആ അമ്മയോട് ചോദിച്ചു, അമ്മേ, നമ്മൾ എന്തോരം സാധനങ്ങൾ വെച്ചാണ് പഞ്ചസാര കൊണ്ട് തുലാഭാരം നോക്കി അമ്മയുടെ തട്ട് താണിരിക്കുന്നു, അതുപോലെ തന്നെ കദളിപ്പഴം വെച്ചു, നേന്ത്രപ്പഴം വെച്ചു, ഇതൊക്കെ വെച്ചിട്ടും അമ്മയുടെ ആ തട്ട് പൊങ്ങുന്നില്ല. സത്യത്തിൽ അമ്മ ഭഗവാനോട് എന്തുകൊണ്ടാണ് തുലാഭാരം നടത്താമെന്ന് നേർന്നത്? അങ്ങനെ എന്തെങ്കിലും തെറ്റുപറ്റിയോ? അമ്മ പറഞ്ഞ സാധനം കൊണ്ടല്ലേ തുലാഭാരം നടത്തിയത്? ഒരുപക്ഷെ അതുകൊണ്ടായിരിക്കണം ഈ തട്ട്, അമ്മ ഇരിക്കുന്ന തട്ട് താന്നിരിക്കുന്നതും അത് ഉയരാത്തതും. അതുകൊണ്ട് അമ്മയൊന്ന് ചിന്തിച്ചു നോക്കൂ, എന്തുകൊണ്ട് ഭഗവാന് തുലാഭാരം ചെയ്യാമെന്നാണ് അമ്മ വഴിപാട് നേർന്നതെന്ന് ആ ദേവസ്വം ജീവനക്കാർ ആ അമ്മയോട് ചോദിച്ചു. അവസാനം ആ അമ്മ മനസ്സിലൊരു ലജ്ജയോടുകൂടി, അല്ലെങ്കിൽ ഒരു ഒരു നാണത്തോടു കൂടി ആ അമ്മ പറഞ്ഞു, പതുക്കെ ഇങ്ങനെ പറഞ്ഞു, ഞാൻ ചാണകം കൊണ്ടാണ് തുലാഭാരം നേരാമെന്ന് പറഞ്ഞത്. അപ്പോൾ ആ അധികൃതർ പറഞ്ഞു, ആ ദേവസ്വം ജീവനക്കാർ പറഞ്ഞു, അമ്മേ, അത് തന്നെയാണ് കാര്യം. അമ്മ എന്തുകൊണ്ടാണോ തുലാഭാരം ചെയ്യാൻ പറഞ്ഞത്, ഭഗവാന് വഴിപാട് നേർന്നത്, അതുകൊണ്ട് നടത്താത്തത് കൊണ്ടാണ്. ആ സാധനം കൊണ്ട് തന്നെ നടത്തിയാൽ മാത്രമേ അമ്മയ്ക്ക് ആ ഒത്ത തൂക്കത്തിൽ ആ തട്ട് പൊങ്ങുകയുള്ളൂ. ഭഗവാനോട് പറഞ്ഞാൽ ആ വാക്ക് പാലിക്കണം അമ്മേ. അങ്ങനെ അധികൃതർ അപ്പോൾ തന്നെ ആ ചാണക അട്ടിയെല്ലാം വെച്ചിട്ട് ആ അമ്മയുടെ തുലാഭാരം നടത്തി. ആ തുലാഭാരം ആ ചാണകം വെച്ച് ഉടനെ തന്നെ ആ കറക്റ്റ് അമ്മയുടെ അതേ തൂക്കമായപ്പോൾ ആ തുലാഭാരത്തട്ട് ഉയർന്നു. ഇതെന്തൊരു അത്ഭുതമാണ് അല്ലേ? അതായത് നമ്മളൊക്കെ നിസ്സാരമായി കരുതും ഭഗവാൻ ഇന്നത് കൊടുക്കാം പറയും, നമ്മളത് മറന്നു പോയേക്കാം. അല്ലെങ്കിൽ നമ്മൾ ഇന്ന കാര്യം ചെയ്തേക്കാം എന്ന് പറഞ്ഞിട്ട് പകരം വേറൊരു കാര്യം വേണേ അത് ചെയ്യും. ഇന്നതുകൊണ്ട് വഴിപാട് ചെയ്യാം എന്ന് പറഞ്ഞിട്ട് നമ്മൾ ചിലപ്പോൾ നമ്മുടെ സൗകര്യത്തിനനുസരിച്ച് മറ്റേതെങ്കിലും ഒരു വഴിപാടായിരിക്കും കഴിക്കുന്നത്. പക്ഷേ ഈ ഒരു അനുഭവത്തിലൂടെ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട്, ഭഗവാൻ അവിടെ ഇരുന്ന് ഇതെല്ലാം കാണുന്നുണ്ട്, കേൾക്കുന്നുണ്ട്. ഭഗവാൻ അറിയാതെ ഒന്നും നടക്കുകയില്ല, ഒന്നും സംഭവിക്കുകയില്ല. അപ്പോൾ ഭഗവാനോട് എന്താണോ പറഞ്ഞത് അത് ചെയ്യുവാൻ നമ്മൾ ബാധ്യസ്ഥരാണ്, ഭക്തരായ നമ്മൾ ബാധ്യസ്ഥരാണ്. അപ്പം എല്ലാം അറിഞ്ഞു ചെയ്തു തരുന്ന ആളാണ് ഭഗവാൻ. ആ അറിഞ്ഞു ചെയ്തു തരുന്ന ഭഗവാന് നമ്മളൊരു വഴിപാട് നേർന്നാൽ അത് ചെയ്തു കൊടുക്കുക, അത് ചെയ്യുക എന്നത് നമ്മുടെ കർത്തവ്യമാണ്. അപ്പോൾ ഈ ഒരു തുലാഭാര അനുഭവത്തിലൂടെ നമ്മൾ മനസ്സിലാക്കേണ്ടത് ഇത് തന്നെയാണ്. ഭഗവാൻ എന്താണോ നേർന്നത്, ഭഗവാനോട് എന്താണോ പറഞ്ഞത് അത് ചെയ്യുവാൻ നമ്മൾ ഓരോരുത്തരും ബാധ്യസ്ഥരാണ്. അപ്പോൾ ഭഗവാന്റെ കൃപാകടാക്ഷം ഉണ്ടാകുവാൻ നമ്മൾ ഓരോരോ വഴിപാടുകൾ നേരാറുണ്ട്. ആ വഴിപാടുകൾ നേരുമ്പോൾ അത് മുടങ്ങാതെ അത് ചെയ്യുവാൻ നമ്മൾ ഓരോരുത്തരും ഓർത്തിരിക്കേണ്ടത് ആവശ്യമാണ്. അപ്പോൾ ഈ ഒരു പുതുവത്സരത്തിൽ ഭഗവാന്റെ ഈ അത്ഭുതമായ ഈ കഥ, ഈ ഒരു അനുഭവ കഥ നിങ്ങളുടെ മനസ്സിലും ഭക്തിയുടെ വിത്തുകൾ പാകും എന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നു. അപ്പം ഭഗവാന്റെ കൃപാകടാക്ഷം ഏവർക്കും ഉണ്ടാകട്ടെ. ലോക സമസ്ത സുഖിനോ ഭവന്തു. സർവം കൃഷ്ണാർപ്പണമസ്തു.